ഹലോ നമസ്കാരമുണ്ട്. വെൽക്കം ടു അജൈൽ മലയാളി. ഐ വോണ്ട് ഫസ്റ്റ് താങ്ക് യു. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും ചാനലിലെ വീഡിയോസ് കാണുന്നതിലും ഫീഡ്ബാക്ക് തരുന്നതിലും മാത്രമല്ല അജൈൽ മലയാളി @gmail.com എന്നുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് ദർ ആർ പീപ്പിൾ ഹൂ റെസ്പോണ്ട് ബോത്ത് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് സജസ്റ്റിംഗ് ടോപ്പിക്സ്. റിയലി അപ്രീഷിയേറ്റ് ഡൂയിങ് ഓൾ ദാറ്റ്. ഇന്നത്തെ ഞാൻ ഈ അടുത്ത് വായിച്ചൊരു ആർട്ടിക്കിളാണ്. അതായത് ചില ജാപ്പനീസ് കോൺസെപ്റ്റ്സാണ്. അതായത് ഒരു നമുക്ക് മടിയുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ധാരാളം നന്നായിട്ട് മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ മടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള 4 ജാപ്പനീസ് ടെക്നിക്സ് എന്നുള്ളതാണ്. വായിച്ചു കഴിഞ്ഞപ്പോൾ മടി ഒഴിവാകുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് നമ്മളെ ജീവിതത്തിൽ ഔദ്യോഗികമായിട്ടും പേഴ്സണലായിട്ടുള്ള ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു 4 ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. മേ ബി നിങ്ങളിത് മുമ്പേ കേട്ടിട്ടുണ്ടാവും. അതിൽ കൂടെ ഐ വോണ്ട് ടു ടേക്ക് യു ത്രൂ ആൻഡ് ഷെയർ സം ഓഫ് മൈ തോട്ട്സ് ഇൻ ദാറ്റ് ഏരിയ. അതിന് ജാപ്പനീസ് പ്രൊനൗൺസിയേഷൻ ശരിയായിക്കൊള്ളണമെന്നില്ല, ബട്ട് ഐ വിൽ ട്രൈ ടു പ്രൊനൗൺസ് ഇറ്റ്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഇസ് റൈറ്റ്. ആദ്യത്തെ സംഭവം വാബി സാബി എന്നാണ് എഴുതിയിട്ടുള്ളത്. WABI SABI, വാബി സാബി. ഫൈൻഡ് ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ. പെർഫെക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു, ചില ആൾക്കാർ പറയും പെർഫെക്റ്റ് ആവണം ഇല്ല, പെർഫെക്ഷനിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു ഡിലേ നടക്കുന്നുണ്ട്. ഇതിന് ഐ തിങ്ക് ഇതിൻ്റെ ഒരു 2 വശങ്ങളുണ്ട്. ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയമെടുത്തൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഗുണം ആ പ്രോഡക്റ്റിന് ഉണ്ടാവുന്നതാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദാറ്റ് പ്രോഡക്റ്റ് ഇറ്റ് മൈ ടേക്ക് എ ലോങ് ടൈം ടു റിലീസ്. ഇന്നത്തെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ലോകത്ത് ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കാറില്ല. കാരണം ഒന്ന്, ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എത്ര സമയം ഞാനതിൽ ഇടുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോൺ ഗ്രീനും ബ്രദറും കൂടി നടത്തുന്ന ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലുണ്ട്. ജോൺ ഗ്രീൻ്റെ ഒരു ഇൻ്റർവ്യൂവിലായിട്ട് ഞാൻ കേട്ടതാണ്. അവർ ഒരു വീഡിയോ റിലീസ് ചെയ്യാൻ വേണ്ടി 100 hours 100 മണിക്കൂറുകളാണ് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ചിലവാക്കുന്നത്. അത് അവർ മാത്രമല്ല, വേറെ പല ആൾക്കാരുടെ ഒരു ടീം. പക്ഷെ ആ 100 മണിക്കൂർ ചിലവാക്കുന്നതിൻ്റെ സമയമൊന്നും അതിനുള്ള വരുമാനമൊന്നും അവർക്ക് അതൊന്നും കിട്ടുന്നില്ല. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെ വളരെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി കുറേ സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് ദർ ഇസ് നോ ഇൻസെൻറ്റീവ് ഫോർ മീ ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ദിസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണെങ്കിൽ എനിക്ക് ആ വീഡിയോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയം, പിന്നെ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുക, അത് കഴിഞ്ഞ് എഡിറ്റിംഗ് ഒന്നുമില്ല. അതായത് ഞാൻ ഇറക്കി വെച്ചിട്ട് ഒന്ന് ചുമയ്ക്കുക, ഒന്ന് തുമ്മുക, ഇതൊന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് മേക്ക് എനി ചേഞ്ചസ് ടു ദാറ്റ്. ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ആസ് ദാറ്റ് ഇസ് ദ വേ. അത് ഇപ്പം ഞാനിപ്പോൾ ഒരാളോട് ഒരു നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ തുമ്മലും അല്ലെങ്കിൽ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ റിമൈൻഡ് ചെയ്തിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കും ഇല്ല, റൈറ്റ്? സോ ദിസ് ഇസ് ഹൗ നാച്ചുറലി ഐ ടോക്ക് ആൻഡ് ദിസ് ഇസ് ഹൗ ഐ ക്യാൻ ടോക്ക് ടു എനിവൺ. പക്ഷെ അത് ഇംപെർഫെക്റ്റ് ആയിരിക്കാൻ മതി. ഇതിനെക്കാട്ടും വളരെ നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റും. അതിന് ആൾക്കാർ പറയാറുണ്ട്, അതിന് വേറെ വിഷ്വൽസൊക്കെ കൊടുത്ത് അതൊക്കെ എഴുതി ടൈപ്പ് ചെയ്ത് ചാപ്റ്ററിലാക്കി ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത്രയൊന്നും സമയം എടുക്കുന്നതുകൊണ്ട് എനിക്കെന്ത് ഗുണമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സമയം ചിലവാക്കേണ്ട ഒരു ഇൻസെൻറ്റീവ് എനിക്കില്ല. ഇപ്പം ഞാൻ ഈ സിനിമയൊക്കെ നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഈ വീഡിയോ കാണാൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, റൈറ്റ്? മറ്റേത് ഇപ്പം നിങ്ങൾക്കിത് കാണണം 2 മിനിറ്റ് കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ ടൈം, യു ഡോണ്ട് വാച്ച് ഇറ്റ്, right? There's nothing. I mean, you can decide whether you want to spend the time or not. മാത്രമല്ല എനിക്ക് വീഡിയോസ് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബിക്കോസ് ഐ എം നോട്ട് വെയിറ്റിംഗ് ഫോർ പെർഫെക്ഷൻ. പക്ഷെ ഒരു ബ്യൂട്ടി ഓഫ് ഇംപെർഫെക്ഷൻ അവിടെ ഉണ്ട് താനും. അതായത് നിങ്ങൾ നാളെ എവിടെയെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുമ്പോൾ ഇത് വീഡിയോയിൽ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഇവൻ്റെ സംസാരം എന്ന് മനസ്സിലാവും. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്നതൊന്നുമില്ല. ടോപ്പിക്കുകൾ അനുസരിച്ച് നമ്മളുടെ ഒരു ആളെ കളിയാക്കുമ്പോഴോ തമാശ പറയുമ്പോഴോ നമ്മളെ ആ ഒരു ടോണായിരിക്കില്ല ഒരു ഒഫീഷ്യൽ കാര്യം സംസാരിക്കുന്ന സമയത്ത്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും മലയാളം സംസാരിക്കുമ്പോഴും നമ്മുടെ സംസാര രീതിയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ ഇംപെർഫെക്ഷൻ
ദാറ്റ് ഈസ് അവൈലബിൾ ടു മീ ആസ് എ ഹ്യൂമൻ ബീയിങ്. എൻ്റെ മുകളിൽ ഉള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഇംപെർഫെക്ഷൻ നിങ്ങളുടെ അടുത്തേക്കും ഷെയർ ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളതാണ്. ബട്ട് പലപ്പോഴും പെർഫെക്ഷനിസ്റ്റ് ആവുന്ന ആൾക്കാർക്ക് ദേ കനോട്ട് റിലീസ് സംതിങ് ഫാസ്റ്റ്. അപ്പോൾ ഈ ജാപ്പനീസിൻ്റെ സംഭവം തന്നെ നമ്മൾ ദർ ഇസ് എ ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ. ഇപ്പോൾ ചിലപ്പം ചില ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് പെയിൻറ്റിങ്ങിനെ പറ്റി അറിയില്ല, പക്ഷേ ചില പെയിൻറ്റിങ്ങിലൊക്കെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഉള്ള ചില പെയിൻറ്റിങ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇത് കുറച്ചും കൂടി നന്നായിട്ട് വരച്ചു വിടുന്നില്ല. കാരണം നമുക്ക് പെയിൻറ്റിങ് അറിയാത്തതുകൊണ്ട് അതിൻ്റെ ഇംപെർഫെക്ഷനിലുള്ള ബ്യൂട്ടി നമുക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാൻ മതി. സോ വാബി സാബി ഇസ് അബൌട്ട് ഫൈൻഡിങ് ദ ബ്യൂട്ടി ഇൻ ഇംപെർഫെക്ഷൻ. അതായത് നമ്മൾ ഇംപെർഫെക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ മോശമാണെന്നോ ഫെയിലിയർ ആണെന്നോ നമ്മൾ താഴെയാണോ എന്നൊന്നും അർത്ഥമല്ല. പക്ഷേ ഇംപെർഫെക്ഷനിലും നമുക്ക് സാധനങ്ങൾ ക്രിയേറ്റ് യു ക്യാൻ ക്രിയേറ്റ് ഈവൻ ഇൻ ഇംപെർഫെക്ഷൻ. ആൻഡ് ഇംപെർഫെക്ഷൻ ബൈ ഇറ്റ് സെൽഫ് ക്യാൻ ബി ക്രിയേറ്റീവ് എന്നും വേണം ചിന്തിക്കാം. അടുത്ത ഐഡിയ അവരുടെ സംഭവം ഹരഹാച്ചിബു, HARAHACHIBU, സ്റ്റോപ്പ് ഈറ്റിംഗ് ബിഫോർ യു ആർ 100% ഫുൾ എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാനൊക്കെ ചില സമയത്ത് കഴിച്ച് വട്ടം വരെ കഴിക്കും. അതായത് അപ്പുറത്തുള്ള ഉള്ളിൽ പോകാനുള്ള സ്ഥലമല്ല, അത്രയും കഴിക്കും. എന്നിട്ട് പിന്നെ ഒരു കിടത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല, ആകെപ്പാടൊരു വെപ്രാളവും വിഷമമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തോന്നില്ല. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ആലോചിക്കും, എന്തിനാണ് ഇങ്ങനെ സ്വന്തം വയറാന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല എന്നുള്ളത് ആലോചിക്കും. ബട്ട് ദെൻ ഇറ്റ്സ് വെരി ട്രൂ. 80% എങ്ങനെയാണ് 80% ആയെന്ന് മനസ്സിലായില്ല. അതിനോട് ഐ തിങ്ക് ലോങ് ടൈം ബാക്ക് ഞാനത് ചെറുതാൻ പറഞ്ഞു, ഒരു ദോശയും കൂടെ തിന്നാം എന്ന് തോന്നുന്ന സമയത്ത് നിർത്തണം എന്നത്. വീട്ടിലിപ്പോൾ ദോശ ഉണ്ടാക്കി തരുന്ന സമയത്ത് അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചപ്പാത്തിയും കൂടെ കഴിക്കാം എന്ന് തോന്നുമ്പോൾ നിർത്തണം എന്നത്. അപ്പം ഞാനെന്താ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും കൂടി തിന്നിട്ട് നമുക്ക് പറയാം ഒന്നും കൂടെ കഴിക്കാമെന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട എന്നുള്ളത്. കാരണം 100% കഴിച്ചിട്ട് 110% വരെ കഴിക്കുന്നില്ല എന്നുള്ളത്. ബട്ട് ദാറ്റ്സ് നോട്ട് ദ പോയിൻറ്റ്. നമുക്ക് വേണമെന്ന് തോന്നുന്ന തീരെ ആ ഭക്ഷണം എനിക്ക് കാണാൻ പറ്റില്ല, ഐ കാണ്ട് ഈവൻ ഹാൻഡിൽ എന്നുള്ള രീതി വരെ കഴിക്കരുത് എന്നുള്ളത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ചില ഭക്ഷണങ്ങളോട്, ഭക്ഷണം മാത്രമല്ല മദ്യം, അങ്ങനത്തെ എന്ത് സാധനമാണ്, എന്ത് അമിതമായി നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മദ്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം പൂർണ്ണമായിട്ട് കഴിക്കരുത് എന്ന് വിചാരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. മദ്യം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഈ 2025 തുടങ്ങിയപ്പോൾ ഒരു 30 ദിവസം മദ്യം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതിന് കുറേ ഗുണങ്ങൾ എൻ്റെ ഇതിലുണ്ട്. 30 ദിവസം കഴിഞ്ഞാൽ മദ്യം തുടങ്ങണ്ടേ എന്നുള്ളത്, ഈ മദ്യപാനം നിർത്തിയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴൊക്കെ 30 ദിവസം കിട്ട് തീർന്നാൽ വീണ്ടും കുടി തുടങ്ങാമെന്നുള്ളൊരു ധാരണയിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ 30 ദിവസത്തിലേക്ക് അടുക്കുന്ന സമയത്ത് എന്തിനാണ് കുടിക്കുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് അതിനൊരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രാത്രി ഉറങ്ങാൻ നേരത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. ദ സ്ലീപ്പ് ഇസ് ബെറ്റർ ആൻഡ് ദർ ഇസ് നോ, കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാവും. മദ്യപിച്ച് കഴിഞ്ഞാലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറയുന്നുണ്ട്. ഐ ഹവ് നോട്ട് ടെസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട്. But somehow getting up in the morning feels much more better than when I'm completely drunk at night. മദ്യപിക്കുമ്പോഴും അതിൻ്റെ ഡാൻസും ബഹളവും സാധനങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ എണീക്കണമല്ലോ, എണീച്ചിട്ട് നമ്മളുടെ ജോലിയും ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് വേണ്ടിയിരുന്നില്ല, തലവേദനിച്ചിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല. അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിട്ടില്ല. നോട്ട് ദാറ്റ് എവറി ടൈം അതങ്ങനെ ഉണ്ടെന്നുള്ളതല്ല, ബട്ട് അങ്ങനത്തെ അവസരങ്ങളൊക്കെ ധാരാളം ജീവിതത്തിൽ എല്ലാ വർഷവും ഉണ്ടാവുന്ന ഒരു സംഭവം ആണ്. ബട്ട് മദ്യം ഒരു അഡിക്ഷൻ്റെ ഒരു സംഭവമുണ്ട്. ഭക്ഷണം മാതിരിയുള്ളൊരു സംഭവം അല്ല. നമ്മളിപ്പം ഒരു അഡിക്ഷൻ അല്ല എന്നുണ്ടെങ്കിലും കുറച്ച് കുടിച്ചു, പിന്നെ ഒരു ഫോണിൽ ഒരാളോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഭാഗമാണ്, അറിയാതെ കൂടുതൽ കുടിച്ച് പോകുന്നൊരു ദർ ഇസ് മോർ പുഷ് ടുവേർഡ്സ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സ്ഥലത്തുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും കഴിച്ചില്ലോ കഴിക്കുന്നുള്ളത്. പക്ഷെ മദ്യപാനത്തിൽ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യുക ആൾക്കാർ. ഒരു പാർട്ടിക്ക് പോവുകയാണ്, മദ്യപിച്ചു, വളരെ സ്ലോ ആണ്, കുടിക്കുന്ന നമ്മൾ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. തീറ്റിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്ഥലത്തും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് വലിച്ചു വരി തിന്നൊന്നുമില്ല. ഇപ്പോൾ ബുഫേയിലൊക്കെ തിങ്സ് ആർ ഡിഫറെൻറ്റ്. കാരണം എന്താ വെച്ചാൽ വയറിളക്കി ബുദ്ധിമുട്ടുണ്ടാക്കി എല്ലാം കഴിക്കാമെന്നുണ്ട്. കാരണം വെച്ചാൽ ഈറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ എന്നുള്ളിടത്തൊക്കെ പോയിട്ട് തിന്നുന്ന ആൾക്കാരുണ്ടായിരിക്കാൻ മതി. ബട്ട് ദ പോയിൻറ്റ് ഇസ് വെരി റെലവൻറ്റ്.
നേരത്തെ പറഞ്ഞ മാതിരി ചുമച്ച് കഴിഞ്ഞാൽ കട്ടിയില്ല എന്നുള്ളത്. ബട്ട് 2 ദിവസമായി തുടങ്ങിയിട്ട്. എനിവേ, അപ്പം 100% കംപ്ലീറ്റ്ലി ഫുള്ളാവുന്നു എന്നുള്ളത് ഞാൻ ഇന്നലെ മോനോട് ഐ വാസ് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം. കാരണം അവനെങ്ങനെയാന്ന് പറഞ്ഞാൽ സെക്കൻഡ് സർവിങ് എടുക്കില്ല, രണ്ടാമത് എടുക്കില്ല, ആദ്യം തന്നെ ഒക്കെ കൂടി എടുത്തിടും. അപ്പോൾ ഇവർ എന്തിനാടോ ഇത് ഭക്ഷണം എങ്ങോട്ട് ഓടിപ്പോകുന്നൊന്നുമില്ലല്ലോ, ഇതെന്തിനത് ആദ്യം തന്നെ ഇതെല്ലാം കൂടിയിട്ട് അതിനാവശ്യമില്ല. ഒരു ചപ്പാത്തി എടുക്കുക, അല്ലെങ്കിൽ ഒരു ദോശ എടുക്കുക, കുറച്ച് കറി എടുക്കുക, കഴിക്കുക, എടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ചോറ് ഇപ്പം അളന്നിട്ട് എടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പം ചെറിയ കപ്പിൽ എടുക്കുക, ചെറിയ പ്ലേറ്റ് ഉപയോഗിക്കുക. ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളതും അനാവശ്യം. നമ്മളൊക്കെ ഇപ്പം എൻ്റെ കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ 19 വയസ്സിൻ്റെ മുകളിലായി കഴിഞ്ഞ സമയത്ത് ഭക്ഷണമൊക്കെ ഒരു 14-15 വയസ്സുള്ളൊരു ആളെ മോരെ അല്ല 50 വയസ്സിൽ നമ്മളുടെ ഭക്ഷണത്തിൻ്റെ എന്തൊക്കെ കഴിക്കാൻ പാടും, കഴിക്കാൻ പാടില്ല, എത്ര കഴിക്കാം, ആരോഗ്യത്തിനനുസരിച്ചും ആയുസ്സിനനുസരിച്ചും വയസ്സിനനുസരിച്ചും ഒക്കെ നമുക്ക് ചില കാര്യങ്ങൾ റെസ്ട്രിക്ഷൻസൊക്കെ ഇടേണ്ട ആവശ്യം വരുന്നുണ്ട്. ബട്ട് ആസ് എ ഹാബിറ്റ് 80% എടുക്കുന്നുള്ളത്. ജപ്പാനുകാരെ കണ്ടിട്ടില്ലേ, ഇവരെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ രീതിയും സാധനങ്ങളൊക്കെ ദേ ഹാവ് ലോങ്ങർ ലൈഫ്സ് ആൻഡ് എവറിത്തിങ്. അതുകൊണ്ടാണ് ജാപ്പനീസ് മെത്തേഡ്സ് നിന്നും നമുക്കും പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അടുത്ത ഇത് പറഞ്ഞത് ഹാരാ ഹാച്ചി ബു. ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഹാരാ ഹാച്ചി ബു നീക്ക് മധ്യേക്ക് എന്നുള്ളത് പറയണ്ട കേട്ടോ, ഞാനത് പറഞ്ഞു. അടുത്തത് ഷോഷ്യൻ, SHOSHIN, ഷോഷ്യൻ, ബിഗിനേഴ്സ് മൈൻഡ് എന്നാണ് പറയുന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ കമ്പനികളിൽ ജോലി എടുക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ ജോലിയുടെ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ബിഗിനേഴ്സ് മൈൻഡ്. നമ്മൾ മലയാളികൾക്ക് ഉണ്ടോ, നമ്മൾ ജനറലൈസ് ചെയ്തിട്ട് പറയുന്നതല്ല, എന്നാലും മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് അറിയുന്നൊരു സംഭവം തന്നെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ വിവരം കൂടുതലുണ്ട് എന്ന് സ്വയം അങ്ങ് ചിന്തിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതായത് ബാക്കിയുള്ളവർ താഴെയാണ്, നമ്മളത്ര വിവരം പോരാ. ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ ജോലിക്ക് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവരെയൊക്കെ ഒരു താഴ്ത്തി കാണുന്ന ഒരു സംഭവം, പൊതുവെ ഒരു പുച്ഛം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഒരു ബിഗിനേഴ്സ് മൈൻഡ് ഉണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ക്ലാസ്സിൽ പോകുന്നത് തന്നെ സാറിനെക്കാട്ടും വിവരം എനിക്കുണ്ടെന്നുള്ള ലൈനിലാണ് ചില കുട്ടികൾ ഇരിക്കുക എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊക്കെ ചില സമയത്തൊക്കെ ഐ ഫെൽറ്റ് ദാറ്റ് നമ്മളൊരു സുപ്പീരിയർ ലെവലിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നുള്ളത് മഹാമണ്ഡത്തനാണ്. ആൻഡ് നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിഗിനേഴ്സ് മൈൻഡ് നമുക്കുണ്ടാവണം. അപ്പോൾ ഞാൻ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി PMP എന്നുള്ള സർട്ടിഫിക്കേഷൻ ധാരാളം ആൾക്കാർ എടുത്തിട്ടുള്ളതാണ്. ഒരു കാലത്ത് ഞാൻ PMP എന്നുള്ള ആദ്യം കേൾക്കുന്നത് 1999-2000 ആ കാലഘട്ടത്തിലാണ് PMP എന്നുള്ള സർട്ടിഫിക്കേഷനെ പറ്റി അറിയുന്നത്. അന്ന് അധികം ആൾക്കാരൊന്നും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഞാൻ ഐ വാസ് വർക്കിംഗ് വിത്ത് ഓൺ എ പ്രോജക്റ്റ് അറബ് ബാങ്ക് ഓഫ് ജോർഡന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പം ദർ വാസ് ദിസ് ബ്രിട്ടീഷ് ഗൈ, അയാൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് മാനേജറായിരുന്നു. അപ്പോൾ അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ PMP ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ധാരാളം ആൾക്കാരൊക്കെ ഒന്നും ഇല്ലാത്രേ. പിന്നെ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടും കരിയറിൻ്റെ ഭാഗമായിട്ടും അജൈൽ, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രോഗ്രാം മാനേജ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യം വർഷങ്ങൾ കഴിഞ്ഞിട്ട് അപ്പോൾ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന സമയമൊക്കെ വന്നപ്പോൾ ഞാൻ എന്തിനാണ് ഇത്ര കാലം 10-25 വർഷം കയ്യിൽ കുത്തിയിട്ടുണ്ട്, ഇനിയിപ്പോൾ സർട്ടിഫൈ ചെയ്തിട്ട് ആരെങ്കിലും നമ്മളോട് പറയാനുണ്ടെന്നുള്ളത്. അതുകൊണ്ട് കുറേ കാലം സർട്ടിഫിക്കേഷൻ എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ബിഗിനേഴ്സ് മൈൻഡിലേക്ക് വരാൻ പറ്റുന്നില്ല. അതായത് ഇതൊക്കെ എനിക്കറിയാലോ, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ആൻഡ് ദെൻ ഐ തിങ്ക് ലാസ്റ്റ് ഇയർ 2023 എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ജോലി എടുക്കുന്ന സ്ഥലത്ത് ജോലി നഷ്ടപ്പെട്ട് ഞാൻ മെയ്ഡ് വീഡിയോസ് അബൌട്ട് ദാറ്റ്. ആ സമയത്ത് ഞാൻ ജോലി അന്വേഷിക്കാൻ വേണ്ടി പോയ സമയത്ത് ധാരാളം ആൾക്കാർ എൻ്റെ എല്ലാ സർട്ടിഫിക്കേഷനിലും ഇല്ലാത്ത സർട്ടിഫിക്കേഷൻ ഉണ്ടോയെന്നേ ചോദിക്കുന്നുള്ളൂ. പിന്നെ മാത്രമല്ല, ഇന്നും മറ്റേത് സർട്ടിഫിക്കേഷനെക്കാട്ടും PMP സർട്ടിഫിക്കേഷൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ വാല്യൂ എന്നുള്ളതുണ്ട്. ട്രഡീഷണൽ ആയിട്ടും ഗവൺമെൻറ് ആയിട്ടും സ്റ്റേറ്റ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ PMP എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഇപ്പം ബാക്കിയുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ ദർ ആർ ഡൈം എ ഡസൺ സർട്ടിഫിക്കറ്റ്സ്. ഇത് വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫൈയിങ് ബോഡിയാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് അപ്പോൾ ഞാനത് എടുക്കണം വിചാരിച്ചു. ആൻഡ് ഇറ്റ്സ് ടഫ് ഓൾസോ. എനിക്ക് തോന്നുന്നത് ഒരു 180 ക്വസ്റ്റ്യൻ പേപ്പറായിട്ടുള്ള ഒരു 4 മണിക്കൂറിൻ്റെ ഒരു ടെസ്റ്റാണ്. അതിന് കുറേ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബിഗിനേഴ്സ് മൈൻഡ് ഉണ്ടോണ്ട്
നമുക്കിതൊക്കെ അറിയാം, എന്നെ സർട്ടിഫൈ ചെയ്യാൻ നീ ആര് എന്നുള്ള ലൈനിലായിരുന്നു. അതൊക്കെ മാറ്റി ഒരു ബിഗിനേഴ്സ് മൈൻഡിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ പഠിക്കട്ടെ പോയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇരുന്നു. ഞാൻ മനസ്സിലാക്കി കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്, എനിക്കറിയില്ല പഠിക്കാനുണ്ട്, ഞാനൊരു തുടക്കക്കാരനാണ് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ സ്വയം മനസ്സിലാക്കുന്ന സമയത്ത് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കഥ ഉണ്ട്, എനിക്കൊന്നൊരു ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ സ്റ്റോറി ഫ്രം ദ ജാപ്പനീസ് ട്രഡീഷൻ ഓർ ചൈനീസ് ട്രഡീഷൻ. എന്തായാലും സ്റ്റോറി ഇതാണ്. അതായത് ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഒരാൾ പഠിക്കാൻ വരികയാണ്. അപ്പോൾ ടീച്ചർ പറയും ചായ കുടിക്കുന്നത് ചോദിക്കും. അപ്പോൾ ഇയാൾ പറയും ആയിക്കോട്ടെ ചായ കുടിക്കാൻ പറയും. അങ്ങനെ ചായൻ്റെ ഗ്ലാസ്സിൽ ഇയാളിങ്ങനെ ടീപ്പോട്ടെന്ന് ചായ ഇങ്ങനെ ഒഴിക്കും. ചായ ഇങ്ങനെ ഒഴിച്ച് ചായൻ്റെ ഗ്ലാസ് ഇങ്ങനെ ഇതായിട്ട് പിന്നെ തുളുമ്പാണ്, അത് നിൽക്കുന്നില്ല, അതിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക ഇയാൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഇതെന്താ ചായ ഇത് തുളുമ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. എൻ്റെ മനസ്സ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതായത് അത് എംറ്റി ആക്കണം. എംറ്റി അല്ലെങ്കിൽ ഞാൻ ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് തുളുമ്പിക്കൊണ്ടിരിക്കും. ഞാൻ എന്ത് നിന്നോട് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. കാരണം വെച്ചാൽ നിൻ്റെ മനസ്സിനുള്ള നിനക്ക് എന്തോ അറിവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ എത്ര അറിവ് നിനക്ക് എൻ്റെ ഉള്ളിലേക്ക് കേട്ടാൻ പറ്റുക? അപ്പം ആദ്യം തന്നെ ആ എംറ്റി ചെയ്യുക. വാട്ട് യു നോ, ഇതൊക്കെ എത്ര വിവരമുണ്ട്, ഞാൻ ഭയങ്കരനാണ്, ഞാൻ കേമനാണ്, എന്നെക്കാട്ടും താഴെയാണ് ആൾക്കാർ, ഇവരെയൊക്കെ പഠിപ്പിക്കാനുള്ള ഇത് എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ലെവലിൽ നിന്ന് താഴുക. എംപ്റ്റി യുവർ സെൽഫ് സോ ദാറ്റ് someone else can fill knowledge into you എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് കഥ കേട്ടു, അതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു ഷോഷ്യൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിനുണ്ട്, ബിഗിനേഴ്സ് മൈൻഡ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ്. അടുത്തത് കാക്കിബോ, KAKEIBO, കാക്കിബോ. കാക്കിബോ എന്ന് പറഞ്ഞാൽ മേക്ക് എ ബഡ്ജറ്റ്, സ്റ്റിക്ക് ടു ഇറ്റ് എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ലിറ്ററസി വളരെ ആവശ്യമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മോന് ഒരു പുസ്തകം വാങ്ങി, ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി ഫോർ ടീൻസ്. അവന് 18 വയസ്സാവുന്നു. അപ്പം അവന് ഫൈനാൻഷ്യൽ ലിറ്ററസി, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, എങ്ങനെ പൈസ സേവ് ചെയ്യുന്നുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിങ്. കാരണം ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടല്ല, ഞാനൊക്കെ ആ പ്രായത്തിൽ എന്നോട് പഠിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ബിഗിനേഴ്സ് മൈൻഡില്ല. ഒരു സാറിനോട് ഞാൻ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്തപ്പം എൻ്റെ കൂടെ പഠിച്ചൊരു സാറിനോട് പറഞ്ഞു, നീ കുറച്ച് അക്കൗണ്ടിങ്ങും ഫിനാൻസൊക്കെ പഠിക്കണം. സ്കൂളിൽ പഠിച്ച സാറിന് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന എന്നെ ഉപദേശിക്കാനൊക്കെ ആയെന്ന് പറഞ്ഞിട്ട് ഞാനത് പഠിച്ചില്ല. അതിൻ്റെ ദോഷം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മോന് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ മക്കൾക്ക് പറ്റരുതെന്നുള്ളതുകൊണ്ട് അപ്പോൾ അവൻ ഈ പുസ്തകം മേടിച്ചിട്ടുണ്ട്. അവനോട് വായിക്കാൻ പറയുകയാണ്. ലോങ് ടേം ആയിട്ട് ചിന്തിക്കുക, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ മനസ്സിലാക്കാം. അപ്പോൾ ഈ ബഡ്ജറ്റിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ലിമിറ്റ് ഫിക്സ് ചെയ്യണം. അതായത് എനിക്ക് ഇത്ര പൈസ കിട്ടുന്നു, ഇത്ര പൈസേൻ്റെ ഉള്ളിൽ എൻ്റെ ചിലവ് നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് സ്റ്റിക്ക് ചെയ്യണം. പല പ്രലോഭനങ്ങളും വരും. 100 റുപ്യേൻ്റെ സാധനം മേടിക്കുന്ന സമയത്ത് 150ൻ്റെ സാധനം അപ്പുറത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ണും ചെമ്മി ഇങ്ങനെ നോക്കും, വേണമെന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി 100-ന് പകരം 150 മേടിക്കുന്ന 100 മതി ധാരാളം. അനാവശ്യമായിട്ടൊരു സാധനം മേടിക്കേണ്ട ആവശ്യമില്ല. ആ ബഡ്ജറ്റിനനുസരിച്ച് സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കേക്കിബോൽ വളരെ മോശമാണ് എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷേ കേക്കിബോൽ നന്നാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം വേണം. മേക്ക് എ ബഡ്ജറ്റ് ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. എല്ലാം ബഡ്ജറ്റിന് മുകളിലാണ്. നമ്മൾ ഇത്ര പൈസയ്ക്ക് ജീവിക്കുമെന്ന് പറഞ്ഞ് ആ പൈസേൻ്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ആൻഡ് ബഡ്ജറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ റെഗുലറായിട്ട് മന്ത്ലി ബഡ്ജറ്റ് ചെയ്യാറില്ല. അതൊരു ദോഷമായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം, ഞാൻ എല്ലാ വർഷവും അറ്റ് ദ എൻഡ് ഞാൻ ഐ ടേക്ക് ദ ബഡ്ജറ്റ് ആൻഡ് ലുക്ക് അറ്റ് എത്രയാണെന്നുള്ളത്. അതെന്നെ മുമ്പ് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 2024-ലും 2023-ലും നോക്കുമ്പോൾ 2024 ഞാൻ കുറവ് പൈസയെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ കുറേ പൈസകൾ എനിക്ക് കുറയ്ക്കാൻ പറ്റുന്ന പൈസകളുണ്ട്, അനാവശ്യമായി സ്പെൻഡ് ചെയ്യേണ്ടി വന്നതുണ്ട്, എനിക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത കുറച്ച് സംഭവങ്ങൾ വന്നു, അഡീഷണൽ എക്സ്പെൻസസ് വന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ നോക്കി ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഇതൊന്നും ഒരിക്കലും ഞാൻ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയോ പൈസ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു, അതെവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ കേക്കിബോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്നുള്ളതാണ്. ബഡ്ജറ്റ് ചെയ്യുക ആൻഡ് സ്റ്റിക്ക് ടു ദാറ്റ് ബഡ്ജറ്റ്. നമുക്ക് തോന്നുന്ന സമയത്ത് ബഡ്ജറ്റ് കൂടെ കഴിഞ്ഞ മാസം കുറച്ച് സേവ് ചെയ്തില്ല, അപ്പം മാസം കുറച്ച് കൂടുതൽ ചിലവാക്കാമെന്നും പറഞ്ഞിട്ട് നിൽക്കരുത്. യു ഹാവ് ടു സ്റ്റിക്ക് ടു ദാറ്റ് ബഡ്ജറ്റ്. ഹാവ് ബെനിഫിറ്റ്സ് എന്നുള്ളത്.
അവസാനത്തത് കൈസൻ. കൈസൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഫോക്കസ് ചെയ്യുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഫോക്കസ് ഓൺ എ സ്മോൾ ഇമ്പ്രൂവ്മെൻറ്റ് എവറി ഡേ എന്നുള്ളത്. കൈസനെ പറ്റിയിട്ട് മാത്രം ഒരു സെക്ഷൻ വേണം, ഒരു എപ്പിസോഡ്. അടുത്ത പ്രാവശ്യം ഞാൻ കൈസനെ പറ്റിയിട്ട്, കൈസൻ എന്നുള്ള മെത്തഡോളജീനെ, അജൈലിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ നമ്മൾ കൈസൻ എന്നുള്ള മെത്തഡോളജി ഉപയോഗിക്കും, ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു ജിമ്മിൽ പോവുകയാണ്. ഞാൻ നവംബർ 27 ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നവംബർ 27 ജിമ്മിൽ പോകാൻ തീരുമാനിച്ചിട്ട് ഓൺ എ ഡെയിലി ബേസിസ് ഐ ബീൻ ഗോയിങ് ടു ദ ജിം. അങ്ങനെ എല്ലാവരും അരമണിക്കൂർ ഐ ഗോ, മേക്ക് ഷുവർ ദാറ്റ് രാത്രിയായാലും കിടക്കുന്നതിന് മുമ്പ് ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ വിൽ ഹിറ്റ് ദ ജിം. ചെറിയ ചെറിയ ചേഞ്ചസ് ആണ്. അപ്പം എല്ലാ ദിവസവും കുറേശ്ശെ. സോ ഓവർ 40-50 ഡേയ്സ് ഓർ അത് മോർ ദാൻ ദാറ്റ്. ഇപ്പം എനിക്ക് തോന്നുന്നത് 10-60 ദിവസമായി, അതിന് മുകളിലായി. നമ്മൾ ആദ്യം എടുക്കുന്ന വെയിറ്റിനേക്കാളും കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് ജിമ്മിൽ പോകല്ലോ കേട്ടോ, അതിൻ്റെ ഇടയ്ക്കും പോകാറുണ്ട്. പക്ഷേ റെഗുലറായി പോകുന്ന സമയത്ത് ആ പ്രോഗ്രസ് വളരെ കൃത്യമായിട്ട് എവിഡൻ്റ് ആണ്. ആദ്യത്തെ ദിവസം തന്നെ പോയിട്ട് എല്ലാ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. എവറിത്തിങ് കനോട്ട് ബി ഡൺ. ഇപ്പം ചില സമയത്ത് കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഡോക്ടറെ അടുത്തുനിന്ന് പോകണം, എന്താണ് ചുമ. ഒരു പ്രായം കഴിഞ്ഞിട്ട് നമുക്ക് ചുമ വരുന്ന സമയത്ത് നമ്മൾ അന്വേഷിച്ച് പോകണം, എന്താണ് ഡോക്ടറെ, അനാവശ്യമായി ചുമയ്ക്കുന്നുണ്ടല്ലോ, ഇതിന് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് നോക്കണ്ടേ ഇടയ്ക്ക്. ബട്ട് സ്മോൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് എവറി ഡേ. ജോലിയുടെ ഭാഗമായിട്ടും പുസ്തകം വായന എല്ലാം ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങി എല്ലാ ദിവസവും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നടത്തം, ഓട്ടം, ഞാൻ ഫിസിക്കൽ കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാണ്ട് പുസ്തകം വായിക്കലായാലും ഫോക്കസ് ചെയ്തിട്ടൊരു കാര്യം ചെയ്യുന്നതായാലും എല്ലാ ദിവസവും കുറേശ്ശെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ലോങ് ലാസ്റ്റിംഗ്, നമ്മുടെ ഹാബിറ്റ് ഉണ്ട്, നമ്മളുടെ DNA ഭാഗമായിട്ട് വരുമെന്ന് പറയും. ഓർഗനൈസേഷണൽ DNA ഭാഗമാവുമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ. ഞങ്ങളൊരു 3 ടീമിനെ വെച്ചിട്ട് വലിയൊരു പ്ലാനിങ് സെഷൻ 2023 നവംബറിൽ തുടങ്ങി. അങ്ങനെ ആ 3 ടീമിൽ നിന്നും ഏതാണ്ട് ഒരു 16 ടീമിലേക്ക് ഒരു വർഷത്തിനോട്ട് മാറി. 16 ടീമും ഏതാണ്ട് 150 ആൾക്കാരും ഒക്കെ കൂടിയിട്ടുള്ള വലിയൊരു ഈവൻ്റ് ആയിട്ടുള്ള എല്ലാ 3 മാസം. ദാറ്റ് പക്ഷെ ഒറ്റയടിക്ക് 14 ടീമിനെയും കൊണ്ട് വെച്ചിട്ട് 150 ആൾക്കാരെ വെച്ചിട്ട് പരിപാടി തുടങ്ങുക നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. റൈറ്റ്? ഇറ്റ് ടുക്ക് എ ഇയർ. സ്ലോലി കുറേശ്ശെ ആ ഇമ്പ്രൂവ്മെൻറ്റ്. ആൻഡ് കൈസൻ ഇസ് എ വെരി വെരി, അത് എന്തുകൊണ്ട് നമ്മളത് ചെയ്യണം, എങ്ങനെ, അതിന് കുറച്ച് ടെക്നിക്സ്. ഐ തിങ്ക് ഐ ഷുഡ് ബി ഹാവിങ് എ ബുക്ക് ഓൺ കൈസൻ സംവെയർ ഹിയർ ഓൾസോ. ബട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വിൽ ഗോ ത്രൂ കൈസൻ. അപ്പോൾ ഇത്രയും 5 പോയിന്റുകളാണ്. അത് ഓരോന്ന് ഞാനൊന്ന് ഐ ഡു എ ക്വിക്ക് എന്താ പറയുക റീക്യാപ്പ്. ആദ്യത്തെ സംഭവം വാബി, അതായത് ഇംപെർഫെക്ഷനിലെ സൗന്ദര്യം, ബ്യൂട്ടി കണ്ടെത്തുക എന്നുള്ളത്. പെർഫെക്ഷനിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള സമയം എപ്പോഴും ആവശ്യമില്ല എന്നുള്ളത്. ഹാര ഹാച്ചി ഭൂ, വയറ് കംപ്ലീറ്റ് നിറയുന്നതിന് മുമ്പേ 100% ഫുള്ളാവുന്നതിന് മുമ്പ് 80% ആവുന്ന സമയത്ത് ഒരു ചപ്പാത്തിയും കൂടെ കഴിക്കുക, ഒരു പൊറാട്ടയും കൂടെ കഴിക്കുക, ഒരു ദോശയും കൂടെ കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് നിർത്തുക. ഷോഷൻ, ബിഗിനേഴ്സ് മൈൻഡ്, എല്ലാം അറിയാമെന്നും വിചാരിച്ചിരുന്നതിന് പകരം ഇല്ല, എല്ലാം എംപ്റ്റി ചെയ്തിട്ട് നോളേജിന് റെഡിയായിട്ട് ഹാവ് ദാറ്റ് ബിഗിനേഴ്സ് മൈൻഡ് ആൻഡ് ലേൺ ന്യൂ തിങ്സ്. 4ാമത്തെ കൈക്കിബോ, അതായത് ബഡ്ജറ്റ് ചെയ്യുക, ആ ബഡ്ജറ്റ് സ്റ്റിക്ക് ചെയ്യുക, ആൻഡ് ഹെൽപ്പ് യു ഇൻ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഡൗൺ ദ ലൈൻ. ദെൻ കൈസൻ, എല്ലാ ദിവസവും ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ, ചെറിയ ചെറിയ ചില ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ദാറ്റ് വിൽ ഹെൽപ്പ് us എവറി ഡേ മേക്ക് എ സ്മോൾ ചേഞ്ച്. ഇപ്പം ആറ്റമിക് ഹാബിറ്റ്സുമായിട്ടുള്ള ഒരു പുസ്തകത്തിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിൽ ഐ ഡൺ റിവ്യൂ ഇൻ ദിസ് ചാനൽ. ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് ഐ വിൽ സീ യു ഓൾ നെക്സ്റ്റ് വീക്ക്. കൈസറിനെ പറ്റിയിട്ട് തന്നെ സംസാരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ഐ ഹാവ് അനദർ റിക്വസ്റ്റ് ടു യു, ഇഫ് യു ക്യാൻ,
ഈ വീഡിയോസൊക്കെ ആൾക്കാർക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ യങ്സ്റ്റേഴ്സ് പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് ദം. ഇഫ് ഇറ്റ് ക്യാൻ ഗിവ് ഇൻസൈറ്റ്സ് ടു ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും ഒരു ഇൻസൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എഫേർട്ടിന് ഒരു റിസൾട്ട് ഉണ്ട് എന്നുള്ളത് തോന്നും. ഐ സീ യു ഓൾ നെക്സ്റ്റ് ടൈം. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.